നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്, എന്നെ വിശ്വാസത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ആരുമില്ല, ശുശ്രൂഷയിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ആരുമില്ല, മറ്റ് സാഹചര്യങ്ങൾ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും പരാതി പറയാറുണ്ട്. എന്നാൽ ദൈവവചനം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? യൂദായുടെ ലേഖനം 20-ാം വാക്യത്തിൽ പറയുന്നു, പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളിലുള്ള വിശുദ്ധമായ വിശ്വാസം കൊണ്ട് നിങ്ങളെ തന്നെ ശക്തരാക്കുവീൻ, ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുവിൻ. അതെ, നമ്മെ ശക്തരാക്കുവാൻ നമുക്കേ കഴിയുള്ളൂ. നമ്മിലുള്ള വിശുദ്ധ വിശ്വാസം കൊണ്ട്, വിശുദ്ധമായ വിശ്വാസം കൊണ്ട്, യേശുക്രിസ്തുവിലുള്ള ഏക വിശുദ്ധ വിശ്വാസം, ആ വിശ്വാസം കൊണ്ട് നിങ്ങളെ തന്നെ ശക്തരാക്കണം. എങ്ങനെയാണ് ശക്തരാക്കാൻ കഴിയുന്നത്? നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തണം. പ്രാർത്ഥനയാൽ, വചനധ്യാനത്താൽ, ആത്മീയ കൂടിവരവുകളാൽ നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധനവ് വരുത്തണം. പ്രാർത്ഥനയിൽ ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ ശക്തരാകുവിൻ. അതേ, ആത്മാവിൽ നിങ്ങൾ ശക്തരാകണം, പ്രാർത്ഥനയിൽ നിങ്ങൾ ശക്തരാകണം, ആത്മീയ അനുഗ്രഹങ്ങളിൽ നിങ്ങൾ ശക്തരാകണം, ഭൗതിക അനുഗ്രഹങ്ങളിൽ നിങ്ങൾ ശക്തരാകണം, സമസ്ത മേഖലകളിലും നിങ്ങൾ ശക്തരാകണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അതിന് ബേസ് ആയിട്ടുള്ളത് നിങ്ങളിലുള്ള വിശുദ്ധ വിശ്വാസമാണ്. വിശുദ്ധ വിശ്വാസം കൊണ്ട് നിങ്ങളെ തന്നെ ശക്തരാക്കുവീൻ. നമ്മിലുള്ള വിശുദ്ധ വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് നമ്മെ തന്നെ ശക്തീകരിക്കുമ്പോൾ ദൈവീയ അനുഗ്രഹങ്ങളിൽ നമുക്ക് വാഴാൻ കഴിയും. അതിന് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ.